കൊല്ലത്ത് പ്രതീക്ഷിക്കാത്ത ഒരുപക്ഷെ അട്ടിമറി സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന പ്രകടനം ആണ് കൊല്ലത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പോലും അവിശ്വസനീയമായ മുന്നേറ്റം ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട പശ്ചാത്തലമാണ് ഉള്ളത്. കൊല്ലത്ത് വലിയ മേൽക്കൈ ആണ് ഇപ്പോൾ. കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോഴും UDF മേൽക്കൈ എന്നത് പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. കൊല്ലത്തെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ എല്ലാം ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമ്പോഴാണ് കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് വിജയിച്ചു വരുമ്പോൾ ദീപ്തിയെ സ്വീകരിക്കുന്ന UDF പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ UDF ഭരണത്തിലേക്ക് എത്തും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 39 സീറ്റുകൾ ആണ് UDF ഭരണം നിലനിർത്താൻ കൊച്ചിയിൽ ആവശ്യം. അവിടെ ഇപ്പോൾ ഏതാണ്ട് 40 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേ ദീപ്തി മേരി വർഗീസ് ആയിരിക്കാം മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ മേയറായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ദീപ്തിക്കായിരിക്കുമോ ലോട്ടറി വീഴുക എന്നത് നമുക്ക് ഉറപ്പില്ല. ഭരണത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കൊച്ചി കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുന്നു. കൊല്ലത്തെ മുന്നേറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി, കൊട്ടാരക്കര, പരവൂർ, പുനലൂർ മുനിസിപ്പാലിറ്റികളിൽ ഇടതുപക്ഷത്തിന്റെ വലിയ മേൽക്കോയ്മ തുടരുന്നതിന് ഇടയിൽ ആണ് കോർപ്പറേഷൻ മാത്രം UDF പിന്തുണയ്ക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോഴിതാ ദീപ്തി മേരി വർഗീസ് പ്രതികരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഈ സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലെ നഗരസഭയിലെ ജനങ്ങൾക്കുള്ളതാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് UDF തിരിച്ചു വരണം. യെസ്, അതാണ് ആവേശ കൊടുമുടിയിലാണ് എന്ന് പറയാം UDF പ്രവർത്തകർ. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ആത്മവിശ്വാസമാണ് നൽകാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ദിവസങ്ങളോളം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു അവിടെ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഇതാ തിരുവനന്തപുരത്ത് വീണ്ടും NDAയുടെ മേൽക്കൈ തന്നെ എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ അത് ഇഞ്ചോടിഞ്ച് എന്നതിനപ്പുറത്ത് 35-25 എന്ന നിലയിലേക്ക് എത്തുന്നു. 10 സീറ്റുകളുടെ വ്യത്യാസമാണ് ഈ ഘട്ടത്തിൽ NDAയും LDFും തമ്മിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ NDAക്ക് സാധിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ പോലും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കുക എന്നത് NDAക്ക് വീണ്ടും സ്വപ്നം മാത്രമായി മാറുമോ എന്നുള്ളതാണ്. അതിനപ്പുറത്ത് വലിയ മുന്നേറ്റം ഇനിയും NDAക്ക് തുടരാൻ സാധിക്കുമോ? അതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത് എന്ന് പറയാം. തിരുവനന്തപുരം പ്രത്യേകിച്ച് തലസ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം LDFന്, അവിടെ UDF വലിയ പ്രതീക്ഷ നേരത്തെ തന്നെയില്ല. സീറ്റ് നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം അവരുടെ പ്രതീക്ഷ. അതും ഫലപ്രദമാകുന്നില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. എന്തായാലും 6 കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ UDFന് വലിയ ആശ്വാസം നൽകുന്ന സാഹചര്യം ആണുള്ളത്. 4 കോർപ്പറേഷനുകളിൽ UDF വിജയത്തിലേക്ക് എത്തുകയോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയോ ചെയ്യുന്ന പശ്ചാത്തലം ആണുള്ളത്. അവിടെയാണ് BJPക്ക് ആശ്വാസകരമാകുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP അഥവാ NDA മാറുമെന്നുള്ളത്. വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് LDFനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 ഇടങ്ങളിൽ അധികാരത്തിലിരുന്ന LDF ഇത്തവണ ഒരിടത്തേക്ക് മാത്രം ചുരുങ്ങുന്നു. അതാകട്ടെ കോഴിക്കോടാണ്. കോഴിക്കോട് LDFന് 26 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്.
UDF-നെ സംബന്ധിച്ചിടത്തോളം 22 എന്ന നിലയിലും നിൽക്കുന്നു. ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. രാഷ്ട്രീയ കേരളം ആവേശപൂർവ്വം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കി കാണുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപർണ, ഏതായാലും 2.5 മണിക്കൂർ വോട്ടെണ്ണൽ തുടങ്ങി 2.5 മണിക്കൂറിനുള്ളിൽ ഇതുവരെ ഒരുപക്ഷെ LDF മൂന്നാമത് തിരിച്ചു വരുമെന്ന് ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ആശാനാഥ് പ്രതികരിക്കുന്നു. വലിയ സന്തോഷം അവർ പങ്കുവെക്കുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ BJP-ക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ട് പോലും NDA നടത്തുന്ന മുന്നേറ്റമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അത് LDF-ന് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചുവരവും മൂന്നാമതൊരു വരവും നിയമസഭയിൽ നടത്തും എന്ന് പറയുന്ന LDF-ന് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂറായി വോട്ടെണ്ണുമ്പോൾ പലയിടത്തും നിന്നും വരുന്ന അട്ടിമറി മുന്നേറ്റങ്ങൾ, അട്ടിമറി തിരിച്ചുവരവുകൾ UDF ലതിക സുഭാഷ് തോറ്റു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒരിക്കലും അപ്രതീക്ഷിത വിജയമല്ല. ഞങ്ങൾ വിചാരിച്ചിരുന്ന പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. കൊച്ചി നഗരം എന്ന് പറയുന്നത് UDF-ന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഈ ട്രെൻഡിന്റെ ലക്ഷ്യം. വലിയ വികസന പദ്ധതികളുടെ ഒരു അവകാശ നേട്ടവുമായാണ് ഇടതുമുന്നണി സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷകൾ അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്, അതിനെല്ലാം മറികടന്നാണോ ജനം ചിന്തിക്കുന്നത്? അതൊരു അവകാശവാദം മാത്രമായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കി എന്താണ് നഗരത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ 5 വർഷം എന്നുള്ളത്. ഇവിടുത്തെ പ്രബുദ്ധരായ നഗരത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രഖ്യാപിക്കാനുള്ള സീറ്റുകൾ കൊച്ചി മേഖലയിലുണ്ട്. അവിടെയും വലിയ രീതിയിൽ സ്വീപ്പിംഗ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരു ദിശാസൂചികയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ട്രെൻഡാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത് എന്നതിന്റെ ലക്ഷണമാണ്. വലിയ സജീവമായി പരിഗണിക്കുന്ന പേരാണ് മേയർ സ്ഥാനത്തേക്ക് ദീപ്തിയുടേത്. എങ്ങനെയാണ്? വലിയ ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ഡിവിഷനിൽ 1086 വോട്ടിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ തന്നു. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കും. തീർച്ചയായും വലിയ മെജോറിറ്റി 1000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് എന്നതാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോർപ്പറേഷനുകൾ എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. 45 കൊല്ലമായിട്ട് കയ്യിൽ വെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്ന സാഹചര്യം, കൊച്ചി തിരികെ പിടിക്കുന്നു UDF എന്നുള്ളൊരു സാഹചര്യം, LDF-നെ ശക്തി കേന്ദ്രമായിട്ടുള്ള കൊല്ലത്ത് പാളുന്നു എന്നുള്ളൊരു സാഹചര്യം. ഏത് തരത്തിലാണ് അഭിലാഷ് ആകപ്പാട് ആശ്വസിച്ച് പറയാനുള്ളത്? പാലക്കാടൊക്കെ ഒരുപക്ഷെ വലിയ ശക്തി, NDA-യുടെ ശക്തി കേന്ദ്രമായ പാലക്കാടൊക്കെ BJP-ക്കും ഇതുപോലെ ചില കാലിടർച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ഷൊർണൂരിൽ ഒരുപക്ഷെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് തന്നെ പറയാം ഇടതുപക്ഷത്തിൻ്റെതായി വരുന്നത്. ഷൊർണൂർ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ആയിരുന്നു. ഷൊർണൂരിൽ പക്ഷേ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു BJP-ക്ക് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ വലിയ മേൽക്കൈ അല്ലെങ്കിൽ ആധിപത്യം എന്ന് ഉറപ്പിച്ചിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പൂഞ്ഞാർ പഞ്ചായത്ത് 10 വർഷത്തിന് ശേഷം ഇടതുമുന്നണിയിൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുന്നു. 4 സീറ്റുകളോടെ BJP പ്രതിപക്ഷത്ത് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പാലയിൽ നിന്ന് വരുന്ന സൂചനകളൊന്നും ഇടതുപക്ഷത്തിന് ശുഭോദർക്കമായിട്ടുള്ളതല്ല. ജോസ് കെ മാണി വോട്ട് ചെയ്ത കുടുംബത്തോടുകൂടി വോട്ട് ചെയ്ത വാർഡിലടക്കം ഇടതിന് ഭരണം നഷ്ടമായിട്ടുള്ള സാഹചര്യം ഇതാ പൂഞ്ഞാറിൽ നിന്ന് വരുമ്പോൾ എന്താണ് മധ്യ കേരളത്തിൽ സംഭവിക്കുന്നത്?